നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യ സിംബാബ്വെയെ തകർത്തുകൊണ്ട് സെമി ഫൈനൽ സാധ്യത ജ്വലിപ്പിച്ച് നിർത്തി എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ നെറ്റ് റൺ റേറ്റിൻ്റെ ആശങ്കയ്ക്ക് വകയില്ല. അവസാന മത്സരം ഞായറാഴ്ച. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച സെമിയിലെത്താം, തോറ്റാ പുറത്ത്. മറ്റ് പ്രശ്നങ്ങളില്ല, മറ്റ് ചിന്തകളില്ല, വിജയം മാത്രം ലക്ഷ്യം. അപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് അത്ര റൺസിന് ജയിച്ചാൽ, ഇത്ര ഓവർ ചേസ് ചെയ്താൽ, അങ്ങനെ ഇപ്പോൾ കൂട്ടിയിരിക്കണ്ടല്ലോ. സംഗതി കൃത്യം, വ്യക്തം, ജയിക്കുക, സെമിയിലെത്തുക. അപ്പോൾ ഈഡൻ ഗാർഡൻസിൽ തീ പറക്കുമെന്നർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണം വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിച്ചത് കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് കാര്യങ്ങൾ ഇങ്ങനെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയത്. സിംബാബ്വെക്ക് മേലെ 72 റൺസിൻ്റെ സമഗ്ര ആധിപത്യത്തോടു കൂടിയുള്ള വിജയം നമ്മുടെ ടീം നേടുകയും ചെയ്തു. ബൗളിംഗ് ഒന്നുകൂടി മെച്ചപ്പെട്ടിരുന്നെങ്കിൽ ഇതൊരു 100 റൺസിന് മുകളിലുള്ള വിജയമാവുമായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. കളി കഴിഞ്ഞിട്ട് ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ ആശങ്ക സൂര്യകുമാർ യാദവ് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 256 റൺസാണ് അടിച്ചത്. ബാറ്റ് എടുത്തവരെല്ലാം മിന്നിക്കത്തി കളിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഭിഷേക് ശർമ്മ ടോപ്പ് സ്കോററായി 55, ഹാർദിക് പാണ്ഡ്യ 50 റൺസുമായിട്ട് നോട്ട് ഔട്ടായിട്ട് നിന്നു. തിലക് വർമ്മ 44 റൺസ് നോട്ട് ഔട്ട്. ഇഷാൻ കിഷൻ 38, സൂര്യകുമാർ യാദവ് 33. അങ്ങനെ നമ്മുടെ ബാറ്റർമാരൊക്കെ മികച്ച പ്രകടനം. സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് സിക്കന്ദർ റസ 29 റൺസിന് ഒരു വിക്കറ്റ് എടുത്തു. സിംബാബ്വെ 184 റൺസാണ് 20 ഓവറിൽ 6 വിക്കറ്റിന് അടിച്ചത്. അതിലെടുത്ത് പറയേണ്ടത് ബ്രയാൻ ബെന്നറ്റിൻ്റെ ബാറ്റിംഗ് ആണ്. മിന്നും പ്രകടനമാണ് താരം ഈ വേൾഡ് കപ്പിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. 97 നോട്ട് ഔട്ട്. അദ്ദേഹം സെഞ്ചുറി അർഹിച്ചിരുന്നു. പക്ഷേ ഹർഷ്ദീപ് അവസാന ഘട്ടത്തിൽ തുടരെ വിക്കറ്റുകൾ എടുത്തപ്പോൾ അദ്ദേഹത്തിന് സ്ട്രൈക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ആ സെഞ്ചുറി തടയപ്പെട്ടത്. റസ 31 റൺസ് അടിച്ചു. അതേസമയം ഹർഷ്ദീപ് സിംഗ് 24 റൺസിന് 3 വിക്കറ്റ് എടുത്ത് ഇന്ത്യക്ക് വേണ്ടി T20 വേൾഡ് കപ്പിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുക്കുന്ന താരമെന്ന റെക്കോർഡ് ബൂംറയിൽ നിന്ന് തിരികെ പിടിച്ചിട്ടുണ്ട്. ഇനി ബൂംറ അടുത്ത കളിയിൽ അത് തിരികെ അങ്ങോട്ട് തന്നെ പിടിക്കുമോ എന്നുള്ളത് കണ്ടിരണം. അവർ തമ്മിലൊരു പോരാട്ടമാണ് ഇപ്പോൾ അവിടെ. അതിൽ 72 റൺസിൻ്റെ സമഗ്രമായ വിജയം, തകർപ്പൻ വിജയം, കോംപ്രഹെൻസീവ് വിക്ടറി. ഓരോ ഇന്ത്യൻ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായിട്ടുള്ള റിവ്യൂ പറയാറുണ്ട്. അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറയുന്നതൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തങ്ങ് അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം, കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ കാര്യത്തിലേക്ക് വന്നാൽ നോക്കുക, ടോസ് ലഭിച്ചത് സിംബാബ്വെക്കാണ്. അപ്പോൾ അവർ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. കണ്ടീഷൻസ് കൃത്യമായിട്ട് റീഡ് ചെയ്തെടുത്ത തീരുമാനമാണത്. പക്ഷേ എക്സിക്യൂഷൻ അത്ര കൃത്യമായില്ല. ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്ത 6 പേരും മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു. 15 പന്തുകൾ മുതൽ സഞ്ജുവാണ് ഏറ്റവും കുറഞ്ഞ പന്തുകൾ നേരിട്ട താരങ്ങളിൽ ഒരാൾ. സൂര്യ 13 പന്താണ് എടുത്തത്. ഇപ്പോൾ 13 പന്ത് മുതൽ 30 ബോൾ വരെയൊക്കെയുള്ള ഇന്നിങ്സുകളാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ ഭാഗത്ത് വന്നത്. അവരുടെയൊക്കെ സ്ട്രൈക്ക് റേറ്റ് 158.33 മുതൽ 275 വരെ വന്നു. 158.33 ഏറ്റവും ചെറിയ സ്ട്രൈക്ക് റേറ്റ്. അത് ഇഷാൻ കിഷൻ്റെതാണ്. പിന്നെ സഞ്ജു 160. തിലക് വർമ്മയുടേത് 275 സൂര്യകുമാർ യാദവിൻ്റെ 253 ഹാർദിക് പാണ്ഡ്യ 217 സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമായ രൂപത്തിൽ അടിച്ചു കൂട്ടിയപ്പോൾ 17 സിക്സറുകളാണ് പിറന്നത്. അപ്പോൾ ഇത് ഇന്ത്യ ഒരു സിംഗിൾ T20 വേൾഡ് കപ്പ് ഇന്നിങ്സിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സിക്സറുകളുടെ എണ്ണമാണ്. തിലകും ഹാർദിക്കും 4 വീതം സിക്സറുകൾ, അഭിഷേകിൻ്റെ വകയും 4 സിക്സ്, സഞ്ജുവും സൂര്യയും 2 വീതം സിക്സറുകൾ, ഇഷാൻ കിഷൻ്റെ വക 1 സിക്സർ. അങ്ങനെ എല്ലാവരും പൊളിച്ചടുക്കി ബാറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നോക്കുക, സിംബാബ്വെയുടെ റീഡിങ് വളരെ കൃത്യമായിരുന്നു. പക്ഷേ എക്സിക്യൂഷൻ പിഴച്ചു എന്നുള്ളതാണ് സംഭവിച്ചതെങ്കിൽ ഇന്ത്യൻ ബൗളർമാർ കുറച്ചുകൂടി നല്ല രൂപത്തിൽ തുടക്കത്തിൽ ആ പിച്ച് ഉപയോഗപ്പെടുത്തി. 33 റൺസ് മാത്രമാണ് ആദ്യത്തെ 5 ഓവറുകളിൽ ഇന്ത്യ വിട്ടുകൊടുത്തത് എന്ന കാര്യം നോക്കുക. അതിനുശേഷം പിന്നെ സിംബാബ്വെയുടെ ഇന്നിങ്സ് ഒരിക്കൽ പോലും വിജയം എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ സിംബാബ്വെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. 2 ക്യാച്ചുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്യാച്ചുകൾ അവർ ഡ്രോപ്പ് ചെയ്തു ഈ കളിയിൽ.
അത് അവർക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്തു. സൂപ്പർ 8 ആകെ ഇപ്പോൾ 2 കളികളിൽ നിന്ന് 5 ക്യാച്ചുകളാണ് അവർ വിട്ട് കളഞ്ഞത്. നോക്കണം, ഇതിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാം കൂടെ അവർ ഒരേ ഒരു ക്യാച്ചാണ് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് നോക്കണം. അവർ നല്ലൊരു സ്കോറിലേക്ക് എത്തി. അവരുടെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ 184 അടിച്ചു. അതിൻ്റെ കാരണം ബ്രിയാൻ ബെന്നറ്റിൻ്റെ ആ ഒരു സൂപ്പർ ഇന്നിങ്സ് തന്നെയായിരുന്നു. അതിന് കൈയടിച്ചേ പറ്റൂ. അതാണ് അവർക്കൊരു കൺസലേഷൻ. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം ടോപ്പ് 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് എതിരാളികൾ ഓഫ് സ്പിൻ ഉപയോഗിച്ച് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആ ലെഫ്റ്റ് ഹാൻഡ് ക്ലസ്റ്റർ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു റൈറ്റ് ഹാൻഡർ ടോപ്പ് ഓർഡറിൽ ഇറക്കണം. അങ്ങനെ സഞ്ജു സാംസൺ വീണ്ടും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനെത്തി. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത്. മികച്ചൊരു തുടക്കമാണ് അവരിട്ടത് എന്ന് പറഞ്ഞാൽ സഞ്ജു 15 പന്തുകൾ നിന്നുള്ളൂ. പക്ഷേ ഒരു 4ഉം 2 സിക്സറും അടക്കം അദ്ദേഹം 24 റൺസ് അടിച്ചു. സിംബാബ്വെ ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഓപ്പണിംഗ് ഓവറുകൾ എറിയാൻ ശ്രമിച്ചത്. 2 പേസർമാർക്കും തുടക്കത്തിൽ തന്നെ സഞ്ജു സിക്സറുകൾ അടിച്ചുകൊണ്ട് പണിയും കൊടുത്തതാണ്. സഞ്ജു അക്കൗണ്ട് തുറക്കുന്നത് തന്നെ സിക്സർ അടിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഒടുവിൽ 15 പന്തുകളിൽ 24 റൺസ് ആ ഒരു മുസറബാനിയുടെ പന്തിൽ അദ്ദേഹം ഒരു സ്ലോ ബോൾ എറിയുകയും അത് അടിക്കാനുള്ള ശ്രമത്തിൽ സഞ്ജു വീഴുകയും ചെയ്തു. റയാൻ ബേളിൻ്റെ കൈകളിൽ ഒതുങ്ങി. പക്ഷേ സഞ്ജുവിന് ഒരു ബിഗ് സ്കോറിലേക്ക് അത് കൺവേർട്ട് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ ഈ T20 വേൾഡ് കപ്പിൽ എടുക്കുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടിലെ റൺസാണത് എന്ന കാര്യം കൂടി ഓർക്കണം. 3.4 ഓവറുകളിൽ 48 റൺസിലേക്ക് ടീം എത്തിയിട്ടാണ് സഞ്ജു മടങ്ങുന്നത്. അപ്പോൾ സഞ്ജു മികച്ചൊരു തുടക്കം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജോബ് ചെയ്തു എന്ന് തന്നെ പറയണം. 2020 ഇങ്ങനെയൊക്കെ തന്നെയാണ്, മികച്ച തുടക്കമിടുക, അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അത് സഞ്ജു ചെയ്തു. അപ്പോൾ സഞ്ജു ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടിച്ച് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഭിഷേക് ശർമ്മക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രെസ്സ് റിലീസ് ആവാൻ അതൊരു കാരണമായിട്ടുണ്ട്. അദ്ദേഹവും അടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും മികച്ച രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. നോക്കുക, ഇപ്പോൾ അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു ഇൻസൈഡ് ഔട്ട് ഡ്രൈവ് ഓവർ ദി എക്സ്ട്രാ കവർ 4ലേക്ക് വരുന്നു. ദെൻ അത് നോ ബോൾ ആവുന്നു. വീണ്ടും ഒരു സ്ട്രൈറ്റ് ഫോർ അടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ബിൽഡായി. അഭിഷേക് പിന്നീട് പൊളിച്ചടുക്കി. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പവർ പ്ലേ അവസാനിക്കുമ്പോൾ 13 പന്തുകളിൽ നിന്ന് 33 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സിംബാബ്വെ സ്പിന്ന് അതുവരെ എറിയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒരു പവർ പ്ലേ കഴിഞ്ഞതിന് ശേഷമാണ് സിക്കന്ദർ റസയും ബെന്നറ്റും പന്തുമായിട്ട് എത്തുന്നത്. അവർ 2 ഓവറുകൾ വിത്തൗട്ട് എ ബൗണ്ടറി അവർ പന്തെറിഞ്ഞു, അഭിഷേകിനും ഇഷാൻ കിഷനും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇഷാൻ കിഷനോ അഭിഷേകോ ഒരു തരത്തിലും പാനിക്ഡ് ആയില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്കോർ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇഷാൻ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പവർ യൂസ് ചെയ്യുന്നു, അഭിഷേക് അദ്ദേഹത്തിൻ്റെ ഫീറ്റ് യൂസ് ചെയ്യുന്നു. രണ്ടുപേരും ആ ഹഡിൽ മറികടന്ന് മുന്നോട്ട് പോവുകയും ചെയ്തു. ദെൻ 26 പന്തുകളിൽ നിന്നാണ് അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത്. അതിനുശേഷം 30 പന്തുകളിൽ നിന്ന് 4 4ഉം 4 6ഉം അടക്കം അടിച്ച് 55 റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. പിന്നെ സിംബാബ്വെയുടെ ഭാഗത്ത് അവർക്ക് 2 കോസ്റ്റ്ലി ഡ്രോപ്പുകൾ സംഭവിക്കുന്നു. അത് ഇന്ത്യ മുതലെടുക്കുകയും ചെയ്തു. ആ കോസ്റ്റ്ലി ഡ്രോപ്പുകൾ ഒന്ന് ഇഷാൻ കിഷൻ്റെതാണ്. ഇഷാൻ കിഷൻ്റെ ക്യാച്ച് കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ 19 പന്തിൽ നിന്ന് 25 റൺസുമായിട്ട് ഇഷാൻ കിഷൻ മടങ്ങി പോകേണ്ടതായിരുന്നു. അതേപോലെ തന്നെയാണ് പിന്നെ സൂര്യകുമാർ യാദവിൻ്റെ കാര്യത്തിൽ. അദ്ദേഹം 4 പന്തിൽ നിന്ന് 8 റൺസുമായിട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാച്ചും ഡ്രോപ്പായി പോകുന്നു. ഇവർ രണ്ടുപേരും പിന്നെ നല്ല സ്കോറിലേക്ക് പോയി. ഇഷാൻ കിഷൻ 24 പന്തിൽ നിന്ന് 38 റൺസ് അടിച്ചപ്പോൾ സൂര്യകുമാർ യാദവ് 13 പന്തുകളിൽ നിന്ന് 33 റൺസ് അടിച്ചു. അത് ഇന്ത്യൻ ബാറ്റർമാർക്ക് മികച്ച രൂപത്തിൽ കളി ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. അവിടെയാണ് ഹാർദിക്കും തിലകും ചേർന്നങ്ങ് തിമിർത്തടിച്ച് ഇന്നിങ്സ് അവസാനിപ്പിക്കുന്നത്. ആ ഒരു ഫിനിഷിംഗ് കിക്ക് വരുന്നത് ഹാർദിക്കും തിലകും 2 പേരും ചേർന്നുകൊണ്ട് അൺബീറ്റൺ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടുണ്ടാക്കി. 31 പന്തുകളിൽ നിന്ന് 84 റൺസാണ് രണ്ടാളും കൂടി അടിച്ചത്. ഒരാൾ ഒരു 6 അടിച്ചാൽ അടുത്ത ആൾ അടുത്ത 6 അടിക്കുന്നത്. അങ്ങനെ 2 പേരും 4 വീതം സിക്സറുകൾ അടിച്ചു. അവർ തമ്മിലൊരു പോരാട്ടമായിരുന്നു എന്ന് പറയാം. പക്ഷേ ഒരാൾക്ക് മാത്രമേ അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്താൻ പറ്റിയുള്ളൂ. അത് ഹാർദിക് പാണ്ഡ്യക്കാണ്. ഇന്നിങ്സിലെ അവസാന 2 പന്തുകൾ സിക്സറിലേക്ക് അടിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. 53 പന്തുകൾ 2 4ഉം 4 6ഉം അടക്കം 50 റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ തിലക് ഏറ്റവും അഗ്രസീവായിട്ട് കളിച്ചത്, ഏറ്റവും വേഗത്തിൽ കളിച്ച തിലകായിരുന്നു.
16 പന്തുകൾ 3 4 4 6 അടക്കം 44 റൺസ് അടിച്ച് അദ്ദേഹവും പുറത്താകുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റൺ എ ബോൾ ഇന്നിങ്സുകൾ കളിക്കുന്നു, വേഗതയില്ല, വേഗത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ അതേ തിലക് തന്നെയാണ് തൻ്റെ മികവ് മുഴുവനും പുറത്തെടുത്ത് ഒരു കിടിലൻ ഇന്നിങ്സ് ഇവിടെ കളിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബാറ്റർമാരൊക്കെ ക്ലിക്കായിട്ടുള്ള ഒരു കളിയായിരുന്നു. ഇന്ത്യക്ക് ഇനിയും വരാൻ ശിവൻ ദ്യൂബയുണ്ട്, അക്സർ പട്ടേലുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു സമഗ്രാധിപത്യത്തിലാണ് ഈ ഒരു സ്കോർ 256 പിറക്കുന്നത്. അപ്പോൾ സിംബാബ്വെ എങ്ങനെ ഇതിന് മറികടക്കും? സാധ്യത കുറവാണ് എന്ന കാര്യം അപ്പം തന്നെ ഉറപ്പായിരുന്നു. മികച്ചൊരു തുടക്കം കിട്ടി, അതിനോടൊപ്പം കത്തിക്കയറിപ്പോയി എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുമോ എന്നത് മാത്രമാണ് ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, തുടക്കത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ പേസ് ബൗളർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഹർഷ്ദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും ചേർന്നുകൊണ്ട് റണ്ണ് വിട്ടുകൊടുക്കാൻ ശരിക്കും പിശുക്ക് കാണിച്ച് പന്തെറിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവർ ന്യൂ ബോളിൻ്റെ മൂവ്മെൻറ്റ് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും കൂടി ചെയ്തപ്പോൾ 4 ഓവർ കഴിയുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ 25 എന്ന രൂപത്തിലാണ് സിംബാബ്വെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ സിംബാബ്വെക്ക് പിന്നെ ടൂർണമെൻറ്റ് നിലനിൽക്കണമെങ്കിൽ 14.5 റൺ റേറ്റിൽ സ്കോർ ചെയ്യണം എന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ സ്പിന്നർമാരാണ് ആദ്യ വിക്കറ്റ് എടുക്കുന്നത്. അക്സർ പട്ടേലാണ് ആദ്യ വിക്കറ്റ് എടുക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കളിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ കളിയിൽ അദ്ദേഹം മുസറബാനിയെ മടക്കി വിട്ടുകൊണ്ട് തുടങ്ങി. മുസറബാനി ബൗളറാണ്. മറുബാനി അവരുടെ ഓപ്പണർ മറുബാനി 20 പന്തിൽ 20 റൺസ് അടിച്ചു. അക്സർ പട്ടേലിൻ്റെ പന്തിൽ ഇഷാൻ കിഷൻ പിടിച്ച് അദ്ദേഹം മടങ്ങിപ്പോയിടത്ത് അവരുടെ വിക്കറ്റ് വീഴ്ച ആരംഭിച്ചു. ദെൻ വരുൺ ചക്രവർത്തി മയേഴ്സിനെ പറഞ്ഞു വിടുന്നു. 9 പന്തുകളാണ് മയേഴ്സ് കളിച്ചത്, 6 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങുന്നു. സിക്കന്ദർ റസ ബെന്നറ്റിനൊപ്പം ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി. 21 പന്തുകളിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 31 റൺസ് അടിച്ചു. ഹർഷ്ദീപ് തുടരെ വിക്കറ്റുകൾ എടുക്കുന്ന പിന്നെ നമ്മൾ കാണുന്നത്. ഹർഷ്ദീപ് സിക്കന്ദർ റസയെ പറഞ്ഞു വിടുന്നു, ബേളിനെ പറഞ്ഞു വിടുന്നു, മുൻയോങ്ങയെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവരുടെ ഇന്നിങ്സിൻ്റെ ഗതിവേഗം കുറയ്ക്കുകയായിരുന്നു. ഏതായാലും സെഞ്ചുറിയിലേക്ക് എത്തുന്ന തരത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ബെന്നറ്റിൻ്റെ ഇന്നിങ്സ് അതെടുത്ത് പറയണം. അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ കളിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ആ സെഞ്ചുറി തേക്കാൻ പറ്റിയില്ല. അവസാനത്തിൽ വിക്കറ്റുകൾ വീണെടുത്ത് അദ്ദേഹത്തിന് സ്ട്രൈക്കുകൾ കിട്ടാത്തൊരവസ്ഥ വന്നിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ബൗളിങ്ങിനെ കുറിച്ച് കൺസേൺസ് കളിക്ക് ശേഷം സൂര്യകുമാർ യാദവ് ഉയർത്തുകയുണ്ടായി. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സിംബാബ്വെ 184 റൺസ് അടിച്ചു എന്നത് തന്നെയാണ്. അത് ബെന്നറ്റിൻ്റെ ബാറ്റിങ്ങിൻ്റെ മികവ് കൊണ്ട് സംഭവിച്ചതാണ്. ബെന്നറ്റിനെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമുണ്ട്. കാരണം അദ്ദേഹം ഈ ടൂർണമെൻറ്റിലുടനീളം മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ അദ്ദേഹം 130 റൺസ് സ്കോർ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ 6 പോലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ അദ്ദേഹം കൃത്യമായിട്ട് സിക്സറുകൾ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യക്കെതിരെ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് വരുന്നത് 6 സിക്സറുകളാണ്. അപ്പോൾ എവിടെയാണ് ആശങ്ക എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വരുൺ ചക്രവർത്തി 4 ഓവറിൽ 35 റൺസ് കൊടുത്തത് സിംബാബ്വെ പോലുള്ളൊരു ടീമിനോട്. പിന്നെ 6th ബൗളറായിട്ട് വന്ന ശിവൻ ദ്യൂബെ 2 ഓവറിൽ 46 റൺസാണ് വിട്ടുകൊടുത്തത് എന്ന കാര്യം കൂടി നോക്കണം. അത് ഇന്ത്യക്ക് വിജയിച്ചാൽ മതി, റൺ റേറ്റിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ട് പതിവിലധികം ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോയത് കൊണ്ടുകൂടി സംഭവിച്ചതാണ് എന്ന കാര്യം മനസ്സിലാക്കുക. വലിയൊരു ആശങ്കക്ക് വക അവിടെ ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ, ഇപ്പോൾ സൂര്യയുടെ വാക്കിൽ പറഞ്ഞ ചില സ്ക്രൂകൾ ഒന്ന് ടൈറ്റ് ചെയ്യേണ്ടതുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇറങ്ങുമ്പോൾ. വിൻഡീസിനെ നമുക്കറിയാമല്ലോ, അങ്ങനെ അങ്ങ് തോറ്റു തരില്ല. അവർ അവസാനം വരെ ഫൈറ്റ് ചെയ്യും. പ്രത്യേകിച്ച് അവരുടെ ബാറ്റിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തകർന്നടിഞ്ഞെടുത്ത് നിന്ന് 9ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ പിടിച്ചു കയറിയ കാഴ്ച നമ്മൾ കണ്ടല്ലോ. പിന്നെ 6 റൺസ് മതിയായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം, അത് സൗത്ത് ആഫ്രിക്കയുടെ മികവിൽ സംഭവിച്ചതാണ്. സോ നല്ലൊരു കിടിലൻ പോരാട്ടമാണ് ഈഡൻ ഗാർഡൻസിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനുള്ള അരങ്ങാണ്, വേദിയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ത്യ ഈ വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്തുമെന്ന് കരുതുന്നില്ല. സഞ്ജു തന്നെ അടുത്ത കളിയിലും ഓപ്പൺ ചെയ്യുമെന്ന് വേണം കരുതാൻ. കാരണം ടോപ്പ് ഓർഡറിൽ ആ ഒരു ലെഫ്റ്റ് ആൻഡ് ഹെവി എന്നുള്ളതിൽ നിന്നൊരു മാറ്റം വരുത്തണം. ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ തുടക്കത്തിൽ കുറച്ച് വിക്കറ്റുകളിലെങ്കിലും വേണം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം തന്നെ തുടരുമെന്ന് തന്നെ കരുതുന്നു. ഏതായാലും ഇതൊരു ഗംഭീര വിജയമാണ്. അവിടെ ഇവിടെ ചെറിയ കൺസേൺസ് ബൗളിങ്ങിലൊക്കെ ഉണ്ടെങ്കിലും ബാറ്റിംഗ് പക്ക പെർഫെക്റ്റ് ആയിരുന്നു. വരുന്ന മത്സരത്തിലും അതേ മികവ് തുടരാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.